അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ ലോക നേതാക്കളുടെ ഓരോ നീക്കവും ലോകം വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. അത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന അലാസ്ക ഉച്ചകോടി ലോകമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നു. സാധാരണഗതിയിൽ ഔദ്യോഗിക പരിപാടികൾ ദ്വിഭാഷികളെ ആശ്രയിക്കാറുള്ള വ്ളാഡിമിർ പുടിനും ട്രംപിൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിയ ആ സംഭവം ഒരു നയതന്ത്ര നീക്കം മാത്രമല്ല, റഷ്യയുടെ ആഗോള നയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന അലാസ്ക ഉച്ചകോടി ഇരു നേതാക്കളുടെയും വ്യക്തിപരമായ നയതന്ത്ര ശൈലികൾക്ക് ഒരു ഉദാഹരണമായിരുന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തകർക്കിടയിൽ നടന്ന പത്രസമ്മേളനത്തിൽ എല്ലാ ശ്രദ്ധയും ട്രംപിന്റെയും പുടിന്റെയും മേലായിരുന്നു. അപ്പോഴാണ് പതിവില്ലാത്ത ഒരു സംഭവം നടന്നത്. സാധാരണഗതിയിൽ റഷ്യൻ ഭാഷ മാത്രം സംസാരിക്കുകയും ദ്വിഭാഷികളെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്ന വ്ളാഡിമിർ പുടിൻ ട്രംപിനോട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. വളരെ പ്രൊഫഷണലായ ഒരു പരിപാടിയിൽ വെച്ച് അടുത്ത തവണ മോസ്കോയിൽ എന്ന് പുടിൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ നീക്കമായിരുന്നു. ഉച്ചകോടിയിൽ കാര്യമായ നയതന്ത്രപരമായ പുരോഗതി ഉണ്ടായില്ലെങ്കിലും പുടിന്റെ ഈ നീക്കം ആഗോള ശ്രദ്ധ നേടി. പുടിൻ ട്രംപിനോട് ഇംഗ്ലീഷിൽ സംസാരിച്ച ഈ സംഭവം റഷ്യയുടെ ആഗോള നയതന്ത്രത്തിൽ ഒരു വലിയ വഴിത്തിരിവാണ്. ഈ നീക്കം ഒരു സാധാരണ ക്ഷണം മാത്രമായിരുന്നില്ല, അതിന് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട്. ഇത് പുടിന്റെ ഭാഷാ വൈദഗ്ധ്യത്തിന്റെ മാത്രം തെളിവല്ല, മറിച്ച് റഷ്യയുടെ ആഗോള പ്രാധാന്യം ഉയർത്തിക്കാട്ടാനുള്ള ഒരു ശ്രമം കൂടിയാണ്. ആഗോള രാഷ്ട്രീയത്തിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയേക്കാൾ വലിയ ശക്തികളുണ്ട് എന്ന സന്ദേശം നൽകാൻ പുടിൻ ശ്രമിച്ചു. പുടിന്റെ മാതൃഭാഷ റഷ്യനാണ്, എന്നാൽ ഔദ്യോഗിക വേദികളിൽ അദ്ദേഹം ജർമ്മൻ ഭാഷ സംസാരിക്കാറുണ്ട്. കിഴക്കൻ ജർമ്മനിയിൽ KGB ഓഫീസറായി സേവനമനുഷ്ഠിച്ച കാലത്താണ് അദ്ദേഹം ജർമ്മൻ ഭാഷ പഠിച്ചത്. അതിനാൽ തന്നെ ജർമ്മൻ മാധ്യമ പ്രവർത്തകരുമായി നേരിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം പുടിനെ അത് നന്നായി മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും ഔദ്യോഗികമായി അത് ഉപയോഗിക്കാറില്ല. എങ്കിലും അനൗപചാരികമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ട്രംപിനെ ഇംഗ്ലീഷ് മോസ്കോയിലേക്ക് ക്ഷണിച്ചതിലൂടെ പുടിൻ ട്രംപിന് ഒരു ശക്തമായ സന്ദേശം നൽകുകയായിരുന്നു. ഭാഷാപരമായി ട്രംപ് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നതും പുടിൻ ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ ട്രംപിന്റെ നിസ്സാരമായ പ്രതികരണവും ഈ നയതന്ത്ര നീക്കത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. പുടിന്റെ ഇംഗ്ലീഷ് ഉപയോഗം കൂടാതെ ആഗോളതലത്തിൽ റഷ്യ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ നടത്തിയ ചില ധീരമായ നീക്കങ്ങൾ മുൻപും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 2018 റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ KGBയുടെ മുൻ ഏജന്റും റഷ്യയെ ഒറ്റിക്കൊടുത്ത് ബ്രിട്ടന് വേണ്ടി പ്രവർത്തിച്ച സെർജി സ്ക്രിപാലിനെയും മക്കളെയും ബ്രിട്ടനിലെ ഒരു പാർക്കിൽ വെച്ച് കൊലപ്പെടുത്തിയത് ലോകത്തെ ഞെട്ടിച്ചു. ഈ കൊലപാതകത്തിന് റഷ്യ ഉപയോഗിച്ചത് നോവിചോക്ക് എന്ന അതിശക്തമായ രാസവസ്തുവാണ്. നാറ്റോ അംഗമായ ബ്രിട്ടനിൽ കയറി ഒരു മുൻ ഏജന്റിനെ കൊലപ്പെടുത്തിയത് റഷ്യയുടെ ധാർഷ്ട്യത്തിന്റെയും തങ്ങളെ വെല്ലുവിളിക്കുന്നവരെ എവിടെയാണെങ്കിലും പിന്തുടർന്ന് നശിപ്പിക്കുമെന്ന സന്ദേശവും നൽകുന്നതായിരുന്നു. എണ്ണയും പ്രകൃതിവാതകവും ഉൾപ്പെടെയുള്ള ധാതു സമ്പന്നമായ ആർട്ടിക് മേഖലയിൽ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ലോകത്തെ അറിയിക്കാൻ റഷ്യ നടത്തിയ ഒരു നീക്കവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2007 റഷ്യൻ ആണവ അന്തർവാഹിനി ആർട്ടിക് മേഖലയിലെ 4300 അടി ആഴത്തിൽ സഞ്ചരിച്ച് ടൈറ്റാനിയം കൊണ്ടുള്ള റഷ്യൻ പതാക സ്ഥാപിച്ചു. അമേരിക്കയും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആർട്ടിക് മേഖലയിലെ അവകാശവാദം ഉന്നയിക്കുന്നതിനിടെയായിരുന്നു റഷ്യയുടെ ഈ നീക്കം. 2022 റഷ്യ തങ്ങളുടെ ആണവായുധങ്ങൾ വഹിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു ചരക്ക് ട്രെയിനിൽ കൊണ്ടുപോയി. ഇത് മനഃപൂർവ്വം മാധ്യമങ്ങളെയും നാറ്റോ രാജ്യങ്ങളെയും അറിയിച്ചുകൊണ്ടാണ് റഷ്യ ഈ നീക്കം നടത്തിയത്. ഇത് ലോകത്തിനു മുന്നിൽ റഷ്യയുടെ ആണവശക്തി പ്രദർശിപ്പിക്കാനും നാറ്റോ രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനും വേണ്ടിയുള്ളതായിരുന്നു. ഈ നീക്കം റഷ്യയുടെ ധീരമായ നയതന്ത്ര നീക്കങ്ങളിൽ ഒന്നായിട്ടാണ് ലോകം കണ്ടത്. ഈ സംഭവങ്ങളെല്ലാം റഷ്യൻ രാഷ്ട്രീയത്തിന്റെ തന്റെ ഇടം വ്യക്തമാക്കുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര നിയമങ്ങളെക്കാൾ ഉപരിയായി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് അവർ മുൻഗണന നൽകുന്നത്. ഈ സംഭവങ്ങളെല്ലാം റഷ്യൻ വിദേശ നയത്തിന്റെ ഭാഗമാണ്. റഷ്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് അവർ ലോകത്തെ അറിയിക്കുന്നു. തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന സന്ദേശം നൽകുന്നതാണ് ഈ ഓരോ നീക്കവും. ഈ സംഭവങ്ങൾ പുടിൻ എന്ന വ്യക്തിയുടെയും റഷ്യ എന്ന രാജ്യത്തിന്റെയും രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇവയെല്ലാം പുടിന്റെ ശക്തിയും ആഗോളതലത്തിൽ തങ്ങളുടെ മേധാവിത്വം സ്ഥാപിക്കാനുള്ള റഷ്യയുടെ ആഗ്രഹവും വെളിപ്പെടുത്തുന്നു. പുടിന്റെ ഇംഗ്ലീഷ് ഉപയോഗം ഒരു സാധാരണ നയതന്ത്രപരമായ നീക്കമായിരുന്നില്ല, മറിച്ച് ലോകരാഷ്ട്രീയത്തിൽ റഷ്യയുടെ ശക്തമായ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമമായിരുന്നു. ഭാഷാപരമായ വൈദഗ്ധ്യം മുതൽ ആണവായുധങ്ങളുടെ പരസ്യ പ്രദർശനം വരെ റഷ്യ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ യാതൊരു മടിയുമില്ലെന്ന് ലോകത്തെ അറിയിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പുടിൻ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് കാണിക്കുന്നു. എന്താണ് റഷ്യയുടെ അടുത്ത നീക്കം എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കാം.